ഇൻഷാ അല്ലാഹ് നമ്മൾ അറൂബൻ്റെ ഭാഗമാണ് ക്ലാസ് തുടങ്ങുന്നത്. കുറച്ച് ക്ലാസ്സുകൾ ഉണ്ടാവുള്ളൂ, അതിൽ തന്നെ ഏകദേശം നമുക്ക് തീർക്കാം. ഇതിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അറൂബൻ്റെ ഭാഗം ഈ ഒരു പുസ്തകത്തിൽ നിന്നുള്ളതേ വരുള്ളൂ. അപ്പോൾ എടുക്കുന്ന ഭാഗങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ലാസ്റ്റ് ഭാഗങ്ങളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. മറ്റേത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് 16 ബഹറും കാണാതെ പഠിച്ച് പോയി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കിട്ടിയിരുന്നു. ഇപ്പോൾ അവിടെ ഇൽമുൽ കാഫിയെന്നും അതുപോലെ തന്നെ ഇൽമുൽ കാഫിയയിൽ വരുന്ന വ്യത്യസ്ത അൻവാകൾ, കാഫിയയുടെ അൻവാകളൊക്കെ അങ്ങനെയൊക്കെയുള്ള ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. മുത്തക്കാവിസ് എന്താണ്, അല്ലെങ്കിൽ മുത്തദാരിക്ക് എന്താണ്, മുത്തവാത്തിർ എന്താണ്, ഈ രൂപത്തിലും അതുപോലെ തന്നെ അജ്സാഉൽ കാഫിയ ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ റവി എന്താണ്, റവിയിൽ മുത്ലഖ എന്താണ്, ഈ രൂപത്തിലൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന ഏരിയകൾ മൊത്തത്തിൽ ഡിസ്കസ് ചെയ്യാം. ഞാൻ അയച്ച PDF കിട്ടിയില്ലേ? ക്ലിയർ ഇല്ലേ? നോക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, ശ്രദ്ധിച്ചോളി. ഇൽമുൽ അറൂദ് എന്ന് പറയുന്നത് അതിൻ്റെ നിർവചനം താരീഫ് ചോദിച്ചിട്ട് അങ്ങനെ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇൽമുൽ അറൂദ് ഇൽമുൻ ബി ഉസൂൽ, ചില നിയമങ്ങളെ പഠിക്കുന്ന ഒരു വിജ്ഞാന ശാഖയാണ് ഇൽമുൽ അറൂദ് എന്ന് പറയുന്നത്. യോറഫു ബിഹ, ആ ഇൽമ്, ഈ നിയമങ്ങൾ നമ്മൾ അറിയുന്നത് കൊണ്ട് നമുക്ക് അറിയാൻ സാധിക്കും സ്വഹീഹു ഔസാനി ഷെയ്രി, ഷെയറിന്റെ വസ്നുകളിൽ നിന്ന് സ്വഹീഹ വ ഫാസിദുഹ, അതിൽ ഫാസിദ് ഏതാണ്, ശരി ഏതാണ്, തെറ്റാണ് ഏതാണ്, ഇങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കാൻ നമുക്ക് ഈ നിയമങ്ങൾ പഠിച്ചാൽ എന്ത് ചെയ്യും, സാധിക്കും. വമാ യൽഹഖുഹ, അതുപോലെ തന്നെ ഔസാൻ ഷീറുമായി ബന്ധപ്പെടുന്ന അതിനോട് ചേർന്ന് വരുന്ന സിഹാഫ്, ഇലല്, ഇല്ലത്ത് എന്താണ്, സിഹാഫ് എന്താണ്, ഈ കാര്യങ്ങളെ പറ്റിയും കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു വിജ്ഞാന ശാഖക്കാണ് ഇൽമുൽ അറൂദ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഷീറിന്റെ വസ്നെടുത്താൽ അതിൽ സ്വഹീഹായത് ഏതാണ്, ഫാസിദായത് ഏതാണ്, ഈ ബൈത്തില് അല്ലെങ്കിൽ ഈ ഷീറിൽ സിഹാഫ് ഏതാണ്, ഇലൽ ഏതാണ് എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ അതിനെപ്പറ്റി എങ്ങനെ നമ്മൾ മനസ്സിലാക്കും എന്ന് പഠിപ്പിക്കുന്ന വിജ്ഞാന ശാഖക്കാണ് ഇൽമുൽ അറൂദ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? വേഗം വേഗം പറഞ്ഞു പോവാണ്. ക്ലിയർ അല്ലേ? എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇൽമുൽ അറൂദിന്റെ നിർവചനമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ വോയിസിൽ വരണേ. വേഗം പോവാണ്. നമുക്ക് ലാസ്റ്റ് ഭാഗം കുറച്ച് സമയം കളയേണ്ടി വരും. അപ്പോൾ കുറച്ച് ഡിസ്കസ് ചെയ്തിട്ട് മനസ്സിലാവുള്ളൂ. അങ്ങനത്തെ ഏരിയ ഉണ്ട്. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിലെ ഇൽമുൽ അറൂദിന്റെ വാലി ആരാണ് എന്ന് പല എക്സാമുകൾക്കും റിപ്പീറ്റ് ചെയ്തു വന്ന ക്വസ്റ്റ്യൻ ആണ്. മഹാനായ ഖലീൽ ഇബ്നു അഹ്മദ് ഫറാഹീദി എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള പണ്ഡിതനാണ് ഖലീൽ ഇബ്നു അഹ്മദ് അസ്ദി അൽ ഫറാഹീദി എന്നും പറയുന്നത്. അദ്ദേഹം അസ്ദ് ഗോത്രത്തിൽപ്പെട്ട ആളാണ്. അൽ ഫറാഹീദി എന്ന് വെറും ആ ഫറാഹീദി മാത്രം വെച്ചിട്ടും പരീക്ഷയ്ക്കൊക്കെ ആൻസർ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ വെറും ഖലീൽ മാത്രം, അല്ലെങ്കിൽ ഖലീൽ ഇബ്നു അഹ്മദ്. അപ്പൊ ഇൽമുൽ അറൂദിന്റെ വളരെ പ്രശസ്തനായ നഹ്വിലെ പണ്ഡിതൻ കൂടിയാണ് ഈ ഖലീൽ ഇബ്നു അഹ്മദ്. ഇൽമുൽ അറൂദിന്റെ മാത്രമല്ല, അദ്ദേഹം അൽ മുത്തവഫി ബിൽ ബസ്വറത്തി, മൈക്കൊക്കെ മ്യൂട്ടാക്കുക, വീഡിയോ ഓഫാക്കണം കേട്ടോ. അൽ മുത്തവഫി ബിൽ ബസ്വറ, അദ്ദേഹം വഫാത്തായിട്ടുള്ള ബസ്വറയിലാണ്. ഓർത്തു വെക്കുക, ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹീദിയാണ് ഇൽമുൽ അറൂദിന്റെ വാലി. അദ്ദേഹം ഹിജ്റ 100 ജനിച്ച് 175 വരെയാണ് അദ്ദേഹം ജീവിച്ചിട്ടുള്ളത്. 100 ജനിച്ച് 175 വരെ. അറൂദ് എന്നുള്ളത് ഫൗല് വസ്നാണ്, അതും ഓർത്തു വെക്കുക. അപ്പൊ ബസ്റയിലാണ് അദ്ദേഹം വഫാത്തായിട്ടുള്ളത്. ഹിജ്റ 100 ജനിച്ച് 175 വഫാത്തായിട്ടുള്ളത്. മീലാദി ആണെങ്കിൽ 786. മുമ്പ് ഏതോ എക്സാമിന് അദ്ദേഹം മരണപ്പെട്ടത് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്തും ഡെത്തും
ഹിജ്റ വർഷം പല എക്സാമുകളിൽ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇൽമുൻ നഹ്വിലെ വളരെ പ്രശസ്തനായിട്ടുള്ള പണ്ഡിതനും കൂടിയാണ്. വക്കാന ഇമാമൻ ഇസ്തിഖ്റാജ് മസാഇൽ നഹ്വി വ തഅലീലിഹി. ഇൽമുൻ നഹ്വിന്റെ മസ്അലകളെ അത് ഉണ്ടാക്കുന്ന നിർമ്മിച്ചെടുക്കുന്നതിൽ പ്രശസ്തനായ ഒരു ഇമാമും കൂടിയാണ് അദ്ദേഹം. വക്കാന സീബവൈഹി വൽ അസ്മഇ മിൻ തലാമിദത്തി. അതും ശ്രദ്ധിക്കണം. ഇമാം അസ്മഇ അതുപോലെ തന്നെ ഇമാം സീബവൈഹി എന്ന് പറയുന്ന നഹ്വിലെ രാജാക്കന്മാരായിട്ടുള്ള ഈ രണ്ട് പണ്ഡിതന്മാരും ഖലീൽ ബിൻ അഹ്മദുൽ ഫറാഹിദിയുടെ ശിഷ്യന്മാരാണ്. അതും ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇവര് ആരുടെ ശിഷ്യന്മാരാണെന്നോ അല്ലെങ്കിൽ നേരെ തിരിച്ചിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഖലീൽ ബിൻ അഹ്മദിന്റെ ശിഷ്യന്മാർ ആരാണ് താഴെ കൊടുത്തതിൽ നിന്ന് സെറ്റിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അസ്മായിയും സീബവൈഹിയും രണ്ടുപേരും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ്. അദ്ദേഹത്തിന് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഫേമസ് ആണ് കിതാബുൽ ഐൻ, മൗജമുൽ ഐൻ എന്നൊക്കെ പറയുന്ന അറബി ഭാഷയിലെ ആദ്യത്തെ ഡിക്ഷണറി. സോഹിബ് മൗജമിൻ അറബിയിൻ ഔവലി എന്ന് പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. ഇൽമുൽ ലുഗ അൽ അറബി, അറബി ഭാഷയിലെ ആദ്യത്തെ ഡിക്ഷണറിയുടെ ഓദർ ആരാണ് എന്നും ഖലീൽ ബിൻ അഹ്മദുൽ ഫറാഹിദിയെ പറ്റി സ്ഥിരമായി ക്വസ്റ്റ്യൻ വരാറുണ്ട്. അദ്ദേഹത്താണ് ആദ്യമായിട്ട് അറബി ഭാഷയിൽ ഡിക്ഷണറി തയ്യാറാക്കിയിട്ടുള്ളത്. ഡിക്ഷണറിയുടെ പേരെന്താണ്? കിതാബുൽ ഐൻ എന്ന് പറയുന്ന ഡിക്ഷണറി. ഐന് കൊണ്ടാണ് ആ കിതാബ് തുടങ്ങിയിട്ടുള്ളത്. ഇനി ശ്രദ്ധിക്കുക, അദ്ദേഹത്തിന്റെ മറ്റു ചില ഗ്രന്ഥങ്ങളുണ്ട്. കിതാബുൽ അറൂദ്, കിതാബുൽ നിഗം, കിതാബുൽ ഈഖാ, കിതാബുൽ നഖ്തി വശക്കൽ. ഇതൊക്കെ അദ്ദേഹത്തിന്റെ മറ്റു ഗ്രന്ഥങ്ങളാണ്. ഓർത്തു വെച്ചാൽ മതി ജസ്റ്റ്. ഇനി ഇൽമുൽ അറൂദ് പഠിച്ചാൽ ലഭിക്കുന്ന ഫായിദ എന്താണ് എന്നുള്ളതാണ്. ഫായിദത്തു ഇൽമിൽ അറൂദ് തമീസു ശിഅരി അൻ ഗൈരിഹി. ഒരു വസ്തു കണ്ടാൽ ഇത് ഷിഅറാണോ ഷിഅറല്ലേ നസ്റാണോ എന്നുള്ളത് ആ ഇൽമുൽ അറൂദ് പഠിച്ച വ്യക്തിക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇൽമുൽ അറൂദിന്റെ ഏറ്റവും വലിയ ലാഭം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആന് കിതാബുൽ ഐൻ അവസാനിക്കുന്ന അക്ഷരം പറയുന്നുണ്ട്. ഞാൻ ഓർക്കണില്ല കൃത്യം ഏതാന്നുള്ളത്. ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. അത് ഏതൊരു എക്സാമിന് ഇത് ചോദിച്ചിട്ടുണ്ട്. ഏത് അക്ഷരം കൊണ്ടാണ് കിതാബുൽ ഐന് തുടങ്ങുന്നത് ചോദിച്ചിട്ടുണ്ട്. ഇത് തോന്നുന്നുണ്ട്. പിന്നെ ഇതും ചോദിച്ചിട്ടുണ്ടെന്നാണ് സാധ്യത. ഏതൊരു എക്സാമിന് തന്നെ ചോദിച്ചിട്ടുണ്ട്. യാ ആണോ? ആർക്കെങ്കിലും ഓർമ്മ ഉള്ളവരുണ്ടെങ്കിൽ പറയാം. ഞാൻ മറന്നു തന്നു, നോക്കി വെച്ചിരുന്നു. പിന്നെ വിടാം. ഓക്കെ. ഇനി വജ്ഹു തസ്മിയത്ത്, ഇൽമുൽ അറൂദ് ഇങ്ങനെ പേര് ലഭിക്കാനുള്ള കാരണമാണ് ഇനി പറയുന്നത്. ഇൽമുൽ അറൂദിന് ഇൽമുൽ അറൂദ് എന്ന് ലഭിക്കാനുള്ള വജ്ഹു തസ്മിയ, അതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. സുമിയ ഇൽമുൽ അറൂദി ബിഹാദൽ ഇസ്മി ലിഅന്നൽ ഇമാം അഹ്മദ് ബിൻ ഇമാം ഖലീൽ ബിൻ അഹ്മദ് വലഅഹു വഹുവ ഫിൽ അറൂദ്. ഒരു കാരണം പറയുന്നത്, അദ്ദേഹം അറൂദ് എന്ന് പറയുന്ന ത്വായിഫിന്റെ മക്കയുടെ അടുത്തുള്ള പ്രദേശമായിട്ടുള്ള അതിന്റെ ഈ ത്വായിഫിന്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് അറൂദ്. അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം ഈ വിജ്ഞാന ശാഖ എന്ത് ചെയ്തിട്ടുള്ളത്, ആദ്യമായിട്ട് അതിനെ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് അറൂദ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു ബൈത്ത് എടുത്ത് നോക്കിയാൽ അതിന്റെ ജുസ്ഉൽ അഖീർ മീൻ സ്വദറുൽ ബൈത്ത്, ഒരു ബൈത്തിന്റെ സ്വദറിലെ അവസാനത്തെ ജുസ്ഇന് എന്താണ് പറയുന്നത്? അറൂദ് എന്നാണ് പറയാ. അതുകൊണ്ടാണ് ഇൽമുൽ അറൂദ് എന്ന് പേര് വെച്ചത്. അതല്ല, പിന്നെ മറ്റു പല കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഈ രണ്ട് കാരണങ്ങളെങ്കിലും ഓർത്തു വെക്കുക. അറൂദ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് അദ്ദേഹം രചിച്ചു എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ മക്കൾക്ക് അറൂദ് എന്ന് പറയുന്ന ഒരു പേരുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പൊ ആ മക്കയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം അവിടെ രചിച്ചത് കൊണ്ട് അങ്ങനെയും ഈ പേര് വന്നു എന്നൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇതിലിപ്പോ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇൽമുൽ അറൂദിന്റെ തഅരീഫ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഇൽമുൽ അറൂദിന്റെ വാലി ആണ് ഖലീൽ ബിൻ അഹ്മദുൽ ഫറാഹിദി. അദ്ദേഹത്തെ പറ്റി ചെറിയൊരു നിലക്ക് അതിന്റെ ഡേറ്റ് ഓഫ് ബർത്തും ഡെത്തും വഫാത്തായതും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യന്മാരെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ പ്രധാന ഗ്രന്ഥങ്ങൾ പറഞ്ഞു.
ഇൽമുൽ അറൂദിന്റെ ഫായിദ പറഞ്ഞു. വജുഹു തസ്മിയത്ത്, എന്തുകൊണ്ടാണ് ഇൽമുൽ അറൂദ് എന്ന് പറയാൻ ഈ വിജ്ഞാന ശാഖക്ക് അങ്ങനെ പേര് വരാൻ കാരണം എന്താണെന്ന് പറയുന്നു. ഇനി നമുക്ക് എന്താണ് ഷിർ എന്ന് പറഞ്ഞാൽ, അറൂദന്റെ ആളുകളുടെ അടുക്കൽ ഷിർ എന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റുള്ള ആളുകളുടെ അടുക്കൽ വ്യത്യസ്തമാണ്. ഇങ്ങനെ ഓരോരുത്തരും ഓരോ നിർവചനങ്ങളാണ് സത്യത്തില് ഷിറിന് നൽകിയിട്ടുള്ളത്. ഇനി ഷിറിന്റെ നിർവചനം അറൂദൻ പണ്ഡിതന്മാർ, അറൂദിയൻ ഷിറു ഇന്ദൽ അറൂദിയൻ, രണ്ട് അഭിപ്രായങ്ങള് ഈ ഇൽമു ഷിർ എന്ന് പറഞ്ഞാൽ അതിന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഓരോ പണ്ഡിതന്മാരും നൽകിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതില് അറൂദന്റെ ആളുകൾ പറയുന്ന അഷീറു ഇന്ദൽ അറൂദിയൻ കലാമുൻ യുക്സദു ബിഹിൽ വസ്നു വതഖ്ഫിയ, ഇതൊരു കലാമ് മാത്രമാണ്. യുക്സദു ബിഹിൽ വസ്നു, അതിന്റെ വസ്ൻ എന്താന്ന് മാത്രം അത് ഉദ്ദേശിക്കപ്പെടും. അതുപോലെ തഖ്ഫിയ, കാഫി എന്താണ്, ഇത് മാത്രം അതുകൊണ്ടുള്ള ഉദ്ദേശം. കാഫി എന്താന്നും വസ്ൻ എന്താന്നും പറയപ്പെടുന്ന, അതിനാൽ ഉദ്ദേശിക്കപ്പെടുന്ന ഒരു വിജ്ഞാന ശാഖ എന്ന് മാത്രമാണ് അവര് ഇൽമു ഷിറിന് എന്ത് ചെയ്തിട്ടുള്ളത്, നിർവചിച്ചിട്ടുണ്ട്. അപ്പൊ കലാമുൻ യുക്സദു ബിൽ വസ്നു, ഷിർ എന്ന് പറഞ്ഞാൽ വസ്ൻ എന്താണെന്ന് ഉദ്ദേശിക്കപ്പെടുന്നതും കാഫി എന്താ എന്ന് ഉദ്ദേശിക്കപ്പെടുന്നു, അത്രേ ഉള്ളൂ എന്നുള്ള രൂപത്തിലാണ് വളരെ സിമ്പിൾ ആയിട്ട് അവരുടെ ഭാഷയിൽ അവർ ഷിറിന് എന്ത് ചെയ്തിട്ടുണ്ട്, നിർവചിച്ചിട്ടുണ്ട്. ഈ ഷിറുൽ ഉറിന്റെ ആളുകളുടെ അടുത്ത് പോകുമ്പോൾ വേറെ രീതിയിലായിരിക്കും. അതുപോലെ തന്നെ ഷുറാക്കളുടെ അടുക്കൽ ഷിർ എന്താന്നുള്ളത് അവർ വേറെ കലാമുൻ മൗസൂനുൽ മുക്കഫ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആ രൂപത്തിലായിരിക്കും. അതുപോലെ തഖ്ഫിയ, എന്താണ് തഖ്ഫിയ എന്ന് പറഞ്ഞാൽ തവാഫുഖിൽ കലാമി അലൽ ഹർഫിൽ അഖീർ, ഏത് കവിത എടുത്തു നോക്കിയാലും അതിന്റെ അവസാനത്തെ അക്ഷരം സെയിം അക്ഷരമായിട്ട് അവസാനിക്കുന്നതിനാണ് തഖ്ഫിയ, കാഫിയ വെക്കുക എന്നുള്ള പ്രയോഗം അവർ ഉദ്ദേശിക്കുന്നത്. ഇനി അവിടെ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ബൈത്ത് മോഡലായിട്ട് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കാം. അന ആബിദുൻ ലി ഇലാഹിൽ മുതഫരിദി മുതഫായിലുൻ 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 വ മുതീഉ ഖാതമി അംബിയാഹു മുഹമ്മദി. അപ്പോ പിന്നെ ഇതിൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പിന്നെ ഇതിന്റെ ഇൽമുൽ ഷിറിനെ അതിനെ നിർവഹിച്ച രൂപം ഒന്ന് പറയാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇൽമുൽ അറൂദിന്റെ ഒരു പ്രത്യേകതകളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ജസ്റ്റ് ഈ രണ്ട് ബൈത്തുകൾ കൊടുത്തിട്ടുള്ളത്. അതിന്റെ വസ്നം അതിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നോക്കില്ല, ആ മാർക്ക് ചെയ്ത ഭാഗങ്ങളൊന്ന് നോക്കിയാൽ മതി. രണ്ട് ബൈത്തും ബഹറുൽ കാമിലാണ് കൊടുത്തിട്ടുള്ളത്. ബഹറുൽ കാമിലിന്റെ വസ്ന് മുത്തഫായിലുൻ, അല്ലെ, മുതഫായിലുൻ 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 ഫഇൻ ഇംറുഉൻ യുതിഇർ റസൂല മുഹമ്മദ ഫഹുവ സഈദു വമൻ അബാ ഫഹുവ റദി. ഇങ്ങനെയാണ് ബഹർ കാമിലായിട്ട് വന്നിട്ടുള്ളത്. ഇനി നോക്കൂ, അന്ന കുല്ല ബൈത്തിൻ ഫിൽ മിസാലി മിൻ ബഹരിൽ കാമിൽ, അതിന്റെ ആ കോളത്തിന്റെ അടിയിലുള്ള ടെക്സ്റ്റ് ആണ് ഇപ്പോൾ വായിക്കുന്നത്. കാമിലായ ബഹറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജുസ്ഉകള് മുത്തഫായിലുൻ സിത്തു മറാത്തിന്, 6 പ്രാവശ്യം മുത്തഫായിൽ. അപ്പൊ മുത്തഫായിലുൻ 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 മുത്തഫായിലുൻ. വഅന്ന കുല്ല ജുസ്ഇ മിനൽ ബൈത്തൈനി യുവാസിനു മാ യുഖാബിലുഹു മിൻ അജ്സാഇൽ വസ്നി സവാഉൻ ബിഹൈസു യൂജദു ഇസാഉ കുല്ല മുതഹരിക്കിൻ വ ഇസാഉ കുല്ല സാക്കിനിൻ സാക്കിൻ ഫഹാദൽ മിസാലു കലാമുൻ മൗസൂദ്. ഈ ഒരു ഉദാഹരണങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ എല്ലാം അതുപോലെ തന്നെ വന്നിട്ടുള്ളത്. ഇതിന്റെ വസ്ന അനുസരിച്ച് തന്നെയാണ് ഒക്കെ ഹർക്കത്തുകളുടെ വിഷയത്തിലും എല്ലാ വിഷയത്തിലും കൊടുത്തിട്ടുള്ളത്. അപ്പൊ അന ആബിദുൻ മുത്തഫായിലുൻ കണ്ടോ, ഈ രൂപത്തിൽ തന്നെ ആണ് വന്നിട്ടുള്ളത് എന്ന് പറയാം. എന്നിട്ട് വൽ ബൈത്താനി യതവാഫഖാനി അലൽ ഹർഫിൽ അഖീരി വഹിയ അദ്ദാലുൽ മഖ്സൂറത്തി. വൽ ബൈത്താനി, രണ്ട് ബൈത്തും എടുത്തു നോക്കിയാൽ വമുതിഉ ഖാതമി അംബിയാഹു മുഹമ്മദി, ആദ്യത്തെ ബൈത്ത്. രണ്ടാമത്തേല് ഫഹുവ സഈദു വമൻ അബാ ഫഹുവ റദി. രണ്ടാമത്തോടത്തും ഏത് അവസാനത്തിൽ അക്ഷരം, ദാലാണ് അവസാനത്തെ അക്ഷരം. വൽ ബൈത്താനി യതവാഫഖാനി അലൽ ഹർഫിൽ അഖീരി വഹിയ അദ്ദാലുൽ മഖ്സൂർ. ഇവിടെ രണ്ട് ബൈത്തുകളും അവസാനിച്ചിട്ടുള്ളത് ഏത് അക്ഷരത്തിന്റെ മേലാണ്, ദാൽ എന്ന് പറയുന്ന അക്ഷരത്തിന്റെ മേലാണ്.
ഹുവൽ മുസമ്മ, അതാണ് തഖ്ഫിയ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ തഖ്ഫിയ എന്ന് പറഞ്ഞാൽ തവാഫുഖുൽ കലാമി അലൽ ഹർഫിൽ അഖീരി. ഓക്കെ, അതാണ് ഇപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ആ രണ്ട് ബൈത്തിലെ ഉദാഹരണങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി അടുത്ത ആ പോയിന്റ് കൂടി ശ്രദ്ധിക്കുക, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അന്നൽ ഇബ്റത ഫി ഇൽമിൽ അറൂളി ബിൽ ലഫ്ളി. ഇൽമുൽ അറൂളി നമ്മൾ എപ്പോഴും ബഹർ കണക്കാക്കുമ്പോൾ, അതിന്റെ വസ്ന് കണക്കാക്കുമ്പോൾ ആ ബൈത്തിൽ പ്രൊനൗൺസ് ചെയ്യുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് പരിഗണിച്ചിട്ടായിരിക്കും. ഐ അന്നുത്തുഖി, ആ ബൈത്തിൽ ഏതൊക്കെ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നുണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇൽമുൽ അറൂദിൽ നമ്മൾ ബഹർ ഖത്ത് ചെയ്യുന്ന സമയത്തൊക്കെ മനസ്സിലാക്കൽ. ലാ ബിൽ ഖത്തി, എഴുത്ത് കൊണ്ടല്ല. ആ കവിത എടുത്തിട്ട് അതിൽ ഏതൊക്കെ അക്ഷരങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ നോക്കി ആ അക്ഷരങ്ങളൊക്കെ എന്ത് ചെയ്യണമെന്നില്ല, നമ്മൾ ഖത്ത് ചെയ്യുമ്പോൾ അതിന്റെ വസ്ന് കണ്ടെത്തുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും പരിഗണിക്കൂല. ഏതിനെ മാത്രമേ പരിഗണിക്കുള്ളൂ, നമ്മൾ ഉച്ചാരണത്തിലുള്ളത് മാത്രമേ പരിഗണിക്കുള്ളൂ. ഇത് ഒരു അടിസ്ഥാന നിയമമാണ്. ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെന്റ് ലെവലിന് പിന്നെ HSLന്റെ എക്സാമിന് ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇൽമുൽ അറൂദ് ലഫ്ളിനാണ് പരിഗണന, അഥവാ പ്രൊനൗൺസിയേഷനാണ് പരിഗണന, നുതുഖിനാണ് പരിഗണന, എഴുത്തിന് ഒരു പരിഗണനയുമില്ല. എഴുത്തിൽ ഒരു ബൈത്തിൽ നമുക്ക് നോക്കിയാൽ കാണുന്ന അക്ഷരങ്ങളെല്ലാം അതിന്റെ ബഹർ ഖത്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. അതിന് ഉദാഹരണം അടുത്ത് പറയുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആകും. ഫലാ യുതദ്ദു ബിമാ സഖത ലഫ്ളൻ വഇൻ സബത ഖത്ത. അതുകൊണ്ടാണ് ഫലാ യുതദ്ദു ബിമാ സഖത ലഫ്ളൻ, ലഫ്ളിലെ ഉച്ചാരണത്തിൽ നഷ്ടപ്പെട്ടു പോയതൊന്നും എന്ത് ചെയ്യില്ല, പരിഗണിക്കൂല. വഇൻ സബത ഖത്തൻ, എഴുത്തിൽ അത് ഉണ്ടായാലും ശരി. വയുതദ്ദു ബിമാ സബത ലഫ്ളൻ, ലഫ്ളിൽ ഉച്ചരിക്കപ്പെടുന്നതിനെ പരിഗണിക്കപ്പെടും. വൈൻ സഖത ഖത്തൻ, എഴുത്തിൽ അത് പോയാലും ശരി. അപ്പൊ എഴുത്തിൽ ഉണ്ടാവണമെന്നില്ല, ഉച്ചാരണത്തിൽ ഉണ്ടായാൽ മതി, അതിനെന്ത് ചെയ്യും, പരിഗണിക്കും. ഇത് നമ്മൾ കൃത്യമായിട്ട് ഇൽമുൽ അറൂദ് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു ബേസാണ്. നോക്കൂ, ലി വുളൂഹി ദാലിക യുക്തബു ലഹും അൽ ബൈത്തൈൻ, രണ്ട് ബൈത്തോടെ എഴുതുന്നുണ്ട്. അംറുബ്നു യൂസുഫു ദിൽ ഖറമി വമിനൽ ഉലക്തസബുൽ ഹികമി ദാവൂദു ഹാദാ അമ്മുഹു ഫഖിഹുൻ ലിദാലിക യുഹ്തറമു. ആ ബൈത്ത് ഒന്ന് നോക്കൂ. അതിനെ വളരെ സിമ്പിൾ ആയിട്ട് അവിടെ മക്തൂബായത് ഏതൊക്കെയാണ്, മൽഫൂളായത് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അംറുബ്നു യൂസുഫ, ഒന്ന് നോക്കൂ. അംറുബ്നു യൂസുഫ, അംറുബ്നു യൂസുഫ. അപ്പൊ അംറുബ്നു യൂസുഫ എന്നുള്ളിടത്ത് എഴുതുമ്പോ അംറിന്റെ ശേഷം എന്ത് വരും, ഏത് വരും, വാവ് വരും. നേരെ മറിച്ച് അത് ആ ഉച്ചാരണത്തിന്റെ അവിടെ ആ ലെഫ്റ്റില് നമുക്ക് വാവ് എന്ത് ചെയ്യാൻ പറ്റൂല, എഴുതാൻ പറ്റൂല. അംറുബ്നു യൂസുഫ, യൂസുഫ ദുൽ, ദുൽ എന്നുള്ളിടത്ത് നമ്മൾ എഴുതുമ്പോ അതിന്റെ ശേഷം വാവും അലിഫും ഉണ്ടാവും. നേരെ മറിച്ച് അത് ലെഫ്റ്റില് വരുമോ, ദു എന്നുള്ളിടത്ത് ഇല്ല. ദു കഴിഞ്ഞാൽ പിന്നെ ആകെ അടുത്ത അക്ഷരം ഏതാ വരുന്നത്, ലെഫ്റ്റില് ഉച്ചാരണത്തിൽ ഏതാ വരുന്നത്, ദുൽ, ദുൽ കറമി. അവിടെ ലാമാണ് വരുന്നത്. അപ്പൊ ആ വാവും ആ അലിഫോടെ കത്ത് ആയിപ്പോവും. മനസ്സിലായോ? ഇതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇത് പരീക്ഷയ്ക്കും ഇങ്ങനെ ചോദിക്കും. ഇത് അറൂദിയായിട്ട് ഒരു കെലിമത്ത് തന്നിട്ട് ഇത് അറൂദിയായിട്ട് എഴുതണം എന്ന് പറയുമ്പോൾ നമ്മൾ ആ കെലിമത്തിലുള്ളതല്ല എഴുതേണ്ടത്. ആ കെലിമത്ത് നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് ഏതൊക്കെ വരും എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാകുക. മനസ്സിലായോ? ദുൽ കറമി. അപ്പോ ഈ ഒരൊറ്റ ബെയ്ത്തന്നെ നമ്മൾ എടുത്ത് നോക്കിയാൽ അത് മൽഫുളാകുന്ന രൂപം അമ്രു, അവിടെ വാവ് പോയി. മറ്റോടത്ത് മക്തൂബയിൽ വാവ് വന്നു. ബിനു യൂസുഫ, അതൊക്കെ ഓക്കെ. ദുൽ കറമി എന്നുള്ളടത്ത് ദു എഴുതി അതിന്റെ ശേഷമുള്ള വാവും അലിഫും പോയി. ദു കഴിഞ്ഞ നേരെ ലാമിലേക്കാണ് ഉച്ചാരണം. ദുൽ കറമി, ദുൽ കറമി. അപ്പൊ കറക്റ്റ് ആണ്. ഈ രൂപത്തിലാണ്. അപ്പൊ മിസ്റാവുൽ അവ്വൽ അങ്ങനെ കൊടുത്തു. ഇനി മിസ്റാവു സാനി അങ്ങനെ നോക്കൂ. വമിനൽ ഉലക്തസബു, വമിനൽ ഉലക്തസബു, വമിനൽ ഉലക്തസബുൽ ഹികമ. നമ്മൾ ഉച്ചരിക്കുമ്പോ കറക്റ്റ് നോക്കാണ്. വമിനൽ ഉലക്തസബു, ലാ കഴിഞ്ഞാൽ ശരിക്കും ഉല എന്നുള്ളടത്ത് ലാമ കഴിഞ്ഞാൽ അടുത്ത ഉച്ചാരണം നേരെ പ്രൊനൗൺസിയേഷൻ എവിടേക്കാ പോണ്,
ഉലക്തസബു. ഏതിലേക്കാ പോകുന്നത്? കാഫിലേക്ക്. അതിന്റെ ഇടയിൽ 3 അക്ഷരം അവിടെ വിട്ടുപോകുന്നുണ്ട് അല്ലെ? വിട്ടുപോകുന്നില്ലേ? ആ, ഈ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുക. വ മീനൽ. ആ അടിയത്തെ ചാർട്ട് നോക്കി കൃത്യമായിട്ട് കാണാം. ഒന്ന് സൂം ചെയ്ത് നോക്കി. ഞാൻ PDF ആക്കി വിട്ടിട്ട് തന്നെ സൂം ചെയ്തിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ വമിനൽ 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 ഉല ഉല തസബു. അപ്പൊ അവിടെ നമ്മളവിടെ ഉല എന്നുള്ളിടത്ത് ലാമ് കഴിഞ്ഞ നേരെ ലഫ്ലില് മൽഫൂദായിട്ട് പോകുന്നത് നേരെ കാഫിലേക്കാണ്. അവിടെ ലാമിന്റെ ശേഷമുള്ള യാ പോയി, അതുപോലെ തന്നെ അവിടെയുള്ള അലിഫും പോയി. 2 അക്ഷരങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നുണ്ട്. ഇത് ആ മിസ്റാവു സാനി അവിടെ കത്ത് എഴുതിട്ട് എഴുതിയിട്ടുണ്ട്. അൽ അറഫുൽ മക്തൂബ അൽ അറഫുൽ മൽഫൂദ. ഈ രൂപത്തിൽ ആ 2 ബൈത്തും ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. മനസ്സിലായില്ല? ഇതാണ് ഇപ്പൊ പറഞ്ഞ ആ കായിക. ഈ കായികനെ ബേസ് ചെയ്ത് കത്ത് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അവസാനം വരെ ഓർമ്മ വരേണ്ടതാണ്. ഇൽമുൽ അറൂദിൽ എപ്പോഴും നുത്തുക്കിനാണ് പ്രാധാന്യം, കിതാബത്തിന് ഒരു പ്രാധാന്യമില്ല. അതിനെ ബേസ് ചെയ്തിട്ടാണ് അതിന്റെ ഒരു ബേസ് കിട്ടിയാൽ അതിനെ കത്ത് ചെയ്യുന്നതും അതുപോലെ തന്നെ ജുസുകളെ കണ്ടെത്തുന്നതൊക്കെ അതിനെ ബേസ് ചെയ്തിട്ടാണ്. ഇനി അടുത്ത ഭാഗത്തിലേക്ക് നോക്കാം. സുമ്മ യുബയ്യിനു ലഹും ബി മുസാഅദതി ഹാദൽ ജദവലി അന്നഹു ലാ യുഹ്തസബു വാവു അംറൻ ഹർഫൻ. കണ്ടില്ലേ? അവിടെ അംർ എന്നുള്ളിടത്തുള്ള വാവിനെ ഒരു ഹർഫായിട്ട് എന്ത് ചെയ്യൂല? ഇൽമുൽ അറൂദില് പരിഗണിക്കൂല. ആ കളർ കൊടുത്ത ഭാഗം നോക്കുക. വകദാലിക ഹംസത്തുൽ വസ്ലി അൽ വാഖിയത്തി ഫി ദർജി. കൂട്ടി പറയുന്ന സമയത്ത് വരുന്ന ഹംസത്തുൽ വസ്ലും എന്ത് ചെയ്യൂല? ഒരിക്കലും പരിഗണിക്കപ്പെടൂല. അല്ലെ? വമിനൽ ഉലക്തസബു എന്നുള്ളത്. അതുപോലെ തന്നെ വൽ അലിഫുൽ മക്തൂബത്തി ബഅദ വാവിൽ ജംഇ. ജംഇന്റെ വാവിന്റെ ശേഷം എഴുതുന്ന അലിഫ് അല്ലെ? ദൂ എന്നുള്ളിടത്ത് അല്ലെ? അവിടെ അലിഫ് ഉണ്ട് വാവിന്റെ ശേഷം. ആ അലിഫിന് എന്ത് ചെയ്യുന്നില്ല? ഇവിടെ പരിഗണിക്കപ്പെടുന്നില്ല. അതുപോലെ തന്നെ അർഫുൽ മദ്ദി അൽ വാഖി ഖബ്ല സാക്കിനി. സുക്കൂനിന്റെ മുമ്പ് സംഭവിക്കുന്ന മദ്ദിന്റെ ഹർഫുകൾ ഏതായാലും, ഏത് അക്ഷരാണെങ്കിലും, മദ്ദിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏത് അക്ഷരാണെങ്കിലും സുക്കൂനിന്റെ ഹർഫുൽ മദ്ദി അൽ വാഖി ഖബ്ല സുക്കൂനി, സുക്കൂനിന്റെ മുമ്പ് സംഭവിക്കുന്ന മദ്ദിന്റെ ഹർഫ് അതിനൊന്നും പരിഗണിക്കപ്പെടുന്നില്ല. വഅന്നഹു യുഹ്സബു കുല്ലു മിനൽ മദ്ദി അൽ വാവി ഫി ദാവൂദ മദ്ദുൽ ഹായി ഫി ഹാദ. ഹാദ എന്നുള്ളിടത്ത് എന്ത് ചെയ്യും? അവിടെ എന്ത് ചെയ്യും? ആ ഇതിന്റെ അവിടെ നീട്ടാനുള്ള ഹാ എന്ന് വരുമ്പോ അവിടെ ആ മദ്ദിന്റെ അക്ഷരം പരിഗണിക്കുന്നുണ്ട്. ഹാദ എന്ന് എഴുതുമ്പോ അവിടെ എത്ര അക്ഷരം വരും? അലിഫ് 0 അലിഫ് അല്ലെ? 3 ഹാദ. അപ്പോ ഹാന്റെ ഒരു ഉച്ചാരണം, പിന്നെ അവിടെ നീട്ടാനുള്ളടത്ത് ഹാ എന്ന് പറയുമ്പോ രണ്ടാമത്തെ ഒരു അലിഫും അല്ലെ? അപ്പോ അവിടെ ഫതഹത്ത് സുക്കൂന് ആ രൂപത്തിൽ തന്നെ വരും. അപ്പോ ഇത് ഈ രൂപത്തിലും. അതുപോലെ ദാലിക എന്നുള്ളിടത്തോ ദാലിന്റെ മദ്ദും അവിടെ വരും. ദാലിക അല്ലെ? സത്യത്തിൽ ദാലിക എന്ന് എഴുതുന്നിടത്ത് എത്ര അക്ഷരങ്ങൾ ഉണ്ടാവും? നമ്മൾ എഴുത്തിൽ എത്ര എണ്ണം വരും? 3. പക്ഷെ ലുത്തുക്കിലോ 4 വരും. അപ്പൊ ഈ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കണം, നുത്തുക്കിനാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ യുഹ്സബു തൻവീനു നൂന സാക്കിനത്തിൻ. തൻവീനെ സാക്കിനത്തിന്റെ നൂനായിട്ട് യുഹ്സബു തൻവീനു നൂന സാക്കിനത്തിൻ. സുക്കൂനുള്ള 2 നൂനായിട്ട് തൻവീൻ എന്ത് ചെയ്യണം? പരിഗണിക്കപ്പെടും എന്നുള്ളതാണ്. ഫഖീഹുൻ എന്ന് കണ്ടോ? ഫഖീഹുൻ. അവിടെ ഫഖീഹുൻ എന്നുള്ളത് നമ്മൾ എഴുത്തില് ലിദാലിക യുഹ്തറം. അപ്പൊ നമ്മൾ ഫഖീഹുൻ ആ കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന തൻവീനിന്റെ നൂനെ വേറെ ഒരു അക്ഷരമായിട്ട് നുത്തത്തിൽ വരുന്നുണ്ട്. അത് പ്രത്യേകം കണക്കാക്കണം. അതുപോലെ തന്നെ യുഹ്സബു അൽ അർഫുൽ മുഷദ്ദദു ഹർഫൈനി. ഷദ്ദുള്ള 2 അർഫ്, ഒറ്റ അർഫിനെ എത്ര ആക്കി? 2 അർഫായിട്ടും പരിഗണിക്കണം. അവിടെ ഉണ്ടാവും
ഹാദാ അമ്മുഹു. അമ്മുഹു അതിനെ മൽഫൂദിൽ എങ്ങനെ എഴുതിയേക്കണം നോക്കാണ് ലാസ്റ്റത്തെ രൂപം. ഹാദാ അമ്മുഹു കണ്ടോ? മു എത്ര അക്ഷരം വന്നിട്ടുണ്ട്? മൂന്നാമത്തെ കോളത്തിലെ അവിടെ 3 അക്ഷരമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ശ്രദ്ധയുള്ള അക്ഷരങ്ങളൊക്കെ 2 അക്ഷരമായിട്ടും ധരിക്കാൻ സാധിക്കും. അത് കത്തയിൽ ഓരോന്ന് ഉദാഹരണം വരുമ്പോ കൃത്യമായിട്ട് ഇൻഷാ അല്ലാഹ് ആ സമയത്ത് ഒന്നുകൂടി മനസ്സിലാക്കാം. ഇനി അശ്ശിഉറു ഇൻദൽ ഉദബാഇ, സാഹിത്യകാരന്മാരുടെ അടുക്കൽ ഷിഅർ എന്നാൽ എന്ത് എന്നുള്ളതാണ് അടുത്ത പാഠത്തിൽ പറയുന്നത്. അതെല്ലാവർക്കും അറിയാം. താരീഫ് ഷെയ്രി. ഇപ്പൊ നമ്മള് ഇൽമുൽ അറൂദന്റെ ആളുകളുടെ അടുക്കൽ ഷിഅറിന്റെ നിർവചനാണ് പറഞ്ഞത്. ഇനി സാഹിത്യകാരന്മാരുടെ അടുക്കൽ എങ്ങനെയാണ് അവരതിനെ നിർവചിച്ചതെന്ന് നോക്കൂ. താരീഫു ഷെയ്രിൽ മദ്കൂരി സാബിക്കൻ ഹുവ താരീഫുൻ ഇൻദൽ അറൂദി. നമ്മൾ മുമ്പ് പറഞ്ഞത് അറൂദക്കാരുടെ ഷിഅറിനെ സംബന്ധിച്ചിട്ടുള്ള നിർവചനമാണ്. എന്നാൽ അടുത്ത് നോക്കൂ, അമ്മൽ ഉദബാഉ, സാഹിത്യകാരന്മാർ ഫലാ യക്തഫൂന ഫി ഷിഅരി ബിൽ വസ്നി വത്തഖ്ഫിയ, വസ്ന് തഖ്ഫിയ മാത്രം ഇത് മാത്രല്ല എന്ത് പറയുന്നത് ഷിഅർ എന്ന് പറയുന്നത്. അറൂദക്കാരെന്താ പറഞ്ഞത്? വസ്നും തഖ്ഫിയും മാത്രമാണ് യുക്സദു ബിഹി, അത് മാത്രമാണ് കലാമുൻ യുക്സദു ബിഹി അൽ വസ്നു വത്തഖ്ഫിയ, ഇത് മാത്രമാണ് പറഞ്ഞത് അറൂദക്കാർ. പക്ഷേ സാഹിത്യകാരന്മാരായ ഉദബാക്കൾ പറയുന്നത് അവര് പരിഗണിച്ച് വലിദാലിക അറഫൂഹു, അവർ ഷിഅർ നിർവചനം കൊടുത്തത് ബി അന്നഹുൽ കലാമുൽ മൗസൂനുൽ മുഖഫ, അത് കലാമാണ്. എങ്ങനത്തെ കലാമാണ്? അൽ മൗസൂനു, മൗസൂനാണ്. മൗസൂൻ എന്ന് പറഞ്ഞാല് വസ്ൻ ഉണ്ടാവും, അൽ മുഖഫ കാഫിയയും ഉണ്ടാകും, അൽ മുഅബ്ബറു അത് ചെയ്യണം എക്സ്പ്രസ് ചെയ്യണം, അനിൽ അഖീലത്തി അൽ ബദീഅ സാഹിത്യപരമായിട്ടുള്ള ഇമാജിനേഷൻസും അതിലുണ്ടാകണം, വസ്സുവറിൽ മുഅസ്സിറത്തി അൽ ബലീഅത്തി സാഹിത്യപരമായിട്ട് മനസ്സിനെ തട്ടിച്ചു കളയുന്ന, മനസ്സിൽ സ്പർശിക്കുന്ന ഒരു ചിത്രീകരണം കൂടി, ഇമാജിനേഷൻ കൂടി കവിതയിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ എന്തുള്ളൂ സത്യത്തില് ഷിഅർ ആകുന്നു എന്നുള്ളതാണ് സാഹിത്യകാരന്മാരുടെ കാഴ്ചപ്പാട്. അപ്പൊ ഒന്നുകൂടി ഒരു വിശാലമായ കാഴ്ചപ്പാടാണ്. അവര് പറയുന്നത് മൗസൂനും മുഖഫ മാത്രമായിട്ട് കാര്യമില്ല, അൽ മുഅബ്ബറു അനിൽ അഖീലത്തിൽ ബദീഅ, മനുഷ്യന്റെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇമാജിനേഷനും കൂടി ആ വൈത്തുകൾ അല്ലെങ്കിൽ കവിത എന്ത് ചെയ്യാൻ പറ്റണം? എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ വസ്സുവറിൽ മുഅസ്സിറ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ചിത്രീകരണം കൂടി ആകണം, അൽ ബലീഅത്തി സാഹിത്യപരമായിട്ടുള്ള. ഇങ്ങനെയുള്ള വിശേഷണങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഷിഅർ ആകുന്നുള്ളൂ. അവർ പറയുന്നത് ഇന്ന ഷിഅറ ഷൈഅൻ യുജീഷു ഫീ സുദൂരിന ഫനഖ്ദിഫഹു അലാ അൽസിനതിന. ഷിഅർ എന്ന് പറയുന്നത് ഷൈഉൻ യുജീഷു, അത് ഒരു വസ്തുവാണ്. യുജീഷു ഫീ സുദൂരിന, നമ്മളുടെ ശരീരത്തിൽ എന്ത് ചെയ്യും? നമ്മുടെ ഹൃദയത്തിൽ ഒരു ഉയർത്തി എഴുന്നേൽപ്പ് ഉണ്ടാക്കും, ഒരു പ്രത്യേക ഒരു ഇമാജിനേഷൻ അല്ലെങ്കിൽ ഒരു മനസ്സിന് ഒരു എഫക്റ്റ് ഉണ്ടാക്കും. ഫനഖ്ദിഫഹു ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അതിനെ വലിച്ചെറിയുകയും ചെയ്യുന്നു അല്ലെങ്കിൽ ഉച്ചരിക്കുകയും ചെയ്യുന്നു, അല്ല അൽസിനത്തിന് നമ്മുടെ നാവിന്റെ മേലിലായിട്ട്. അപ്പോഴാണ് അത് ഷിഅർ ഉണ്ടാകുക. കേവലം 2 വരി അങ്ങോട്ട് പാടുക എന്ന് മാത്രമല്ല, ഈ പാടുന്നത് മനുഷ്യന്റെ മനസ്സിന്റെ ഹൃദയത്തിൽ തട്ടിയിട്ട് ഇമോഷണലി അതെന്ത് ചെയ്യണം? ചേഞ്ച് വരുത്തുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഷിഅർ ആകുന്നു എന്നുള്ളത് അവർ പറയുന്നത്. ഇനി അങ്ങനെ ആകാതെ വെറുതെ മൗസൂനുൻ മുഖഫ ആയതുകൊണ്ട് ഷിഅർ ഒരിക്കലും ആകില്ല എന്നാണ് ആര് പറയുന്നത്? ഒരു കലാമെടുത്ത് മൗസൂനാണ് മുഖഫയാണ് എന്ന് വിചാരിച്ച് എന്താകൂല? ഷിഅർ ആകൂല എന്നാണ് ആരുടെ അഭിപ്രായം പറയുന്നത്? ആര് പറയുന്നത്? ഉദബാക്കള് പറയുന്നത്. അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇത് സ്റ്റേറ്റ്മെന്റിലൊക്കെ ഈ രൂപത്തിൽ ക്വസ്റ്റ്യൻസ് വരും. ഉദബാക്കളുടെ അടുക്കൽ എങ്ങനെയാണ് ഷിഅറിനെ അവർ വ്യാഖ്യാനിച്ചത്, അറൂദീൻ എങ്ങനെ, അറൂദന്റെ ആളുകൾ എങ്ങനെ വ്യാഖ്യാനിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് വലമ്മ കാനൽ ഖയാലു അഗ്ലബ മാദ്ദത്ത ഷിഅരി അത്ലഖ ബഅദു അറബി തജവ്വുസൻ ലഫ്ളു ഷിഅരി അലൽ കലാം അല്ലദി യതളമ്മനു ഖയാലൻ ബദീഅൻ വലൗ ലം യകുൻ മൗസൂനൻ മുഖഫ. ഇനി മൗസൂനൻ മുഖഫ അല്ലെങ്കിൽ പോലും ഖയാൽ ഉണ്ട്, ഇമാജിനേഷൻ ഉണ്ട്, അതുപോലെ തന്നെ സാഹിത്യ സൃഷ്ടിയാണ് എന്നുള്ളതിനെ പോലും അറബികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഷിഅർ എന്ന് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ പറയുന്നത് വസ്നും വേണം കാഫിയ വേണം, പക്ഷെ ഇവർ പറയുന്നത് വസ്നും കാഫിയൊന്നും ഇല്ല, എങ്കിലും
അതെന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിനെ അത് സ്പർശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇമാജിനേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ അതെന്തായി മാറും? ഷീറായി മാറും എന്നാണ് അവരുടെ അഭിപ്രായം. വൽ കലാമുൽ മൗസൂലുൽ മുഖഫ, ആ കളർ കൊടുത്ത് നോക്കുക. ഇല്ലം യകുൻ മുഅബ്ബിറൻ അനിൽ അഖീലത്തി വസ്വരിൽ ബലിഅത്തി ഫഹുവ ഇൻദൽ ഉദബാഇ നളമുൻ ലാ ശിഉറുൻ. സാഹിത്യകാരന്മാരുടെ ഒരു പ്രത്യേകത നോക്കൂ. ഉദബാക്കൾ പറയുന്നത് വൽ കലാമുൽ മൗസൂനുൽ മുഖഫ, കലാമുൽ മൗസൂൻ ആണ്, മുഖഫയാണ്, കാഫിയുണ്ട്, വസ്നൊക്കെ ഉണ്ട്. പക്ഷെ ഇല്ലം യകുൻ മുഅബ്ബിറൻ അനിൽ അഖീലത്തി, ഇമാജിനേഷൻ അതിലില്ല. വസ്വരിൽ ബലിഅ, സാഹിത്യപരമായ ചിത്രീകരണം ഒന്നില്ലെങ്കിൽ അവർ പറയുന്നത് നളുമുൻ, അതിനെപ്പറ്റി നമുക്ക് എന്തേ പറയാൻ പറ്റുള്ളൂ? നളുമ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ലാ ഷൗറു, അത് ഷിറാണെന്ന് നമ്മൾ പറയാൻ പാടില്ല എന്നാണ് ആരുടെ അഭിപ്രായം? ആരുടെ അഭിപ്രായം? ഇത് രണ്ടും കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇനി ഷിറു ഇന്ദ റുവാദി ഷീറിൽ അറബി അൽ മുആസിർ, അതും ഇതുമായി ബന്ധപ്പെട്ട് പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. ഫിൽ അർബഈനാത്തി മിനൽ ഖർനിൽ ഇശ്രീന മിനൽ മീലാദി ബദഅത്ത് ഫിക്റത്തു ഷീറിൽ അറബി അൽ മുആസിർ ഷീറുൽ ഹദീസ് എന്ന് പറയുന്ന പുതിയ കാഴ്ചപ്പാടുകളൊക്കെ വന്നത് പിന്നീട് അസ്റുൽ ഹദീസുമായി ബന്ധപ്പെട്ടിട്ടാണ്. അസ്റുൽ ഹദീസ് ഏത് കാലഘട്ടം മുതലാണ് അസ്റുൽ ഹദീസ് തുടങ്ങുന്നത്? ഏത് കാലഘട്ടമാണ്? എന്നാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് മിസ്രിലേക്ക് കടന്നു വരുന്നത്? ആർക്കും ഓർമ്മയില്ലേ? 1878 അല്ലേ? ആ, അപ്പൊ നിങ്ങള് വായിക്കണമെന്നില്ലേ? അസ്റുൽ ഹദീസ് ഒന്നും പഠിക്കണമെന്നില്ലേ? നോട്ട്സ് ഒന്നും നോക്കിയില്ലേ? നല്ല ചോദ്യങ്ങൾ കുറെ വരും കേട്ടോ. ഷിറുൽ ഹദീസ്, അസ്റുൽ ഹദീസ് കണക്കാക്കപ്പെടുന്നത് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഈജിപ്തിലേക്ക് കടന്നത് മുതൽ 1878 നെപ്പോളിയന്റെ പ്രവേശനം മുതലാണ് അറബി സാഹിത്യത്തിലെ അസ്റുൽ ഹദീസിനെ പരിഗണിക്കപ്പെടുന്നതും ആ കാലഘട്ടത്തെ അസ്റുൽ ഹദീസ് എന്ന് പരിഗണിക്കപ്പെടുന്നതൊക്കെ ഈ നെപ്പോളിയന്റെ വരവോട് കൂടെയാണ്. ഷായറത്തുൽ മഷൂറ നാസിക്കുൽ മലായിക്ക, നാസിക്കുൽ മലായിക്കയാണ് സത്യത്തില് ആരായിട്ട് പരിഗണിക്കപ്പെടുന്നത്? അവ്വലു റായിദത്തു ഷിറുൽ ഹദീസ്, ഷിറുൽ ഹദീസിന്റെ റായിദയായിട്ട് അറിയപ്പെടുന്നത്. അപ്പോ ഇവര് നമുക്കറിയാം, ഇവര് ഷീറുൽ ഉറിന്റെ റായിദത്തായിട്ടൊക്കെ അറിയപ്പെടുന്നുണ്ട്. അവര് പറയുന്നത് വസ്നും ഷീറും കാഫിയും അങ്ങനത്തെ ഒരു ചർച്ച തന്നെ അവിടെ ആവശ്യമില്ല എന്ന് പറയും. അതുപോലെ തന്നെ അവരുടെ ശേഷമാണ് അപ്പൊ റായിദത്തു ഷീറുൽ ഹദീസ് എന്ന് പറയുന്നത് നാസിക്കുൽ മലായിക്കയാണ്. അതുപോലെ ബദർ ഷാക്കിർ സയ്യാബിനെ പറ്റിയിട്ടും ചെയ്യാർ പറയാറുണ്ട്. അതുപോലെ തന്നെ അബ്ദുൽ വഹാബ് ബയാത്തി, ഇവരൊക്കെ അവരുടെ ശേഷമുള്ള ഷീറുൽ ഉറിന്റെ ലീഡർമാരായിട്ട് അറിയപ്പെടുന്നുണ്ട്. അവര് പറയുന്നത് അസ്ഹാബു ഹാദിഹിൽ ഇത്തിജാദി യദഊന അന്ന ഷിറ മആനിൻ ജമീല വഅഖീഹ വഅവാതിഫുൻ സവാഅൻ കാന മൗസൂനൻ ഔ ഗൈറ മൗസൂൻ. അവർ പറയുന്നത് ഷിർ മൗസൂൻ ആയാലും വേണ്ടില്ല, മൗസൂൻ അല്ലെങ്കിലും വേണ്ടില്ല, നമുക്ക് ഇമാജിനേഷൻ ഉണ്ടാക്കണം, വളരെ ഭാവനാത്മകമായിട്ടുള്ള കാര്യങ്ങളാകണം ഷിർ. അതുപോലെ തന്നെ ഇമോഷണൽ ആയിരിക്കണം, ആളുകളുടെ ഹൃദയത്തെ സ്പർശിക്കുന്നതാകണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. അവർ പറയുന്നത് വസ്നും കാഫിയും ഒക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല എന്നാണ് പറഞ്ഞത്. അവര് ഖലീൽ ഇബ്നു അഹ്മദിന്റെ ഈ പറഞ്ഞ 15 ബഹറുകളെ പൂർണ്ണമായും അവജ്ഞതയോടുകൂടെ തള്ളുകയും എന്ത് വസ്നുണ്ടെങ്കിലും എന്ത് കാഫി ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി മനസ്സിനെ ആത്മാവിനെ ടച്ച് ചെയ്യാനും അതുപോലെ തന്നെ ഹൃദയം സ്പർശിക്കാനും അതിലൂടെ ഇമാജിനേഷൻ പരമായിട്ടുള്ള നല്ല നല്ല കവിതകൾ അവതരിപ്പിക്കാനും അതുപോലത്തെ ഭാവനാത്മകരമായിട്ട് മനസ്സിനെ തട്ടിച്ചുകൊണ്ട് പാടാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് ഷിറാണ് എന്ന് പറയാൻ പറ്റും. അവർക്ക് ഈ പറഞ്ഞ വസ്നും കാഫിയൊന്നും പറയാൻ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇനി ഷിറുൽ ഹുർ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഇൻഷാല്ല ബാക്കി അതിന്റെ അജ്സാകളാണ്. ഇൻഷാല്ല അടുത്ത ക്ലാസ്സുകൾ ഇതിന്റെ തുടർച്ചയായിട്ട് തന്നെ ഉണ്ടാവും. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ നമ്മുടെ പെഡഗോഗിയുടെ ഭാഗങ്ങളും ഇൻഷാല്ല അടുത്ത ദിവസം തന്നെ ഈ ആഴ്ച ക്ലാസ്സുകൾ തുടങ്ങും. ഇതിൽ ഇനിയിപ്പോ നിങ്ങൾക്ക് കൂടുതൽ പ്രയാസമായി തോന്നുന്ന ഏരിയകൾ ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം.
പിന്നെ അതുപോലെ തന്നെ ജികെന്റെ പിന്നെ കുറെ ഭാഗങ്ങൾ സാർ അയച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഒന്നും കൂടി ഒരു നോട്ട്സ് PSC ഇറക്കിയ ഒരു ഒഫീഷ്യൽ പിന്നെ GK-യുമായി ബന്ധപ്പെട്ട റിനൈസൻസിന്റെ ഒരു പുസ്തകത്തിലുള്ള കുറച്ച് നോട്ട്സ് ഉണ്ട്, അത് ഞാൻ അയച്ചു തരുന്നത്. ഉടനെ സംശയങ്ങളുള്ള ഭാഗങ്ങൾ ചോദിക്കുക ഇൻഷാ അല്ലാഹ്. ബാക്കി നാളെ എടുക്കാം, ഞാൻ സമയം അറിയിക്കാം. മൊത്തത്തിൽ ഇൻഷാ അല്ലാഹ് ഒന്ന് കണ്ണോടിപ്പിക്കലുണ്ടാവും. സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. കാരണം ഇനി ഏപ്രിലാണ്, വളരെ കുറച്ച് സമയമുള്ള ദിവസങ്ങൾ. ഇനി 70 ദിവസം തയ്ച്ചുണ്ടാവില്ല. വളരെ പ്രയാസത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. എക്സാം